Hello friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ ഓൾറെഡി മനസ്സിലായി കാണും. എങ്കിലും നമ്മളെല്ലാവരുടെ ഒരു വിചാരമുണ്ട്, ഇപ്പം നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇന്നൊരു നെഗറ്റീവ് ഇവൻറ്റ് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മുടെ മൂഡിനെ കളഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നടന്നു, എന്നാൽ ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണ്. അത് ബേസ് ചെയ്തായിരിക്കും നമ്മളൊരു ദിവസത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനെ നമുക്ക് തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പല സ്റ്റഡികളും തെളിയിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഈ ടെക്നിക്സ് എന്ന് പറയുന്നത് ലൈക്ക് 5 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യാനോ അല്ലെങ്കിൽ വലിയ എക്സസൈസുകൾ ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള ടെക്നിക്സാണ്. അപ്പോൾ ആ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് യുവർ ബോഡിയാണ്. അതായത് കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ലൈക്ക് ഒരു സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങുക, അല്ലെങ്കിൽ കുഞ്ഞ് സ്ട്രെച്ചസ് ചെയ്യുക, സ്റ്റാർ ജമ്പ് ചെയ്യുക. സ്റ്റാർ ഷേപ്പിൽ നമ്മൾ ജമ്പ് ചെയ്തില്ലേ, അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് മൂവ് ആവും, അല്ലെങ്കിൽ ഒന്ന് അനങ്ങും. അപ്പോൾ എന്താ, നമ്മുടെ ബ്ലഡ് കുറച്ചും കൂടെ നന്നായിട്ട് പമ്പ് ചെയ്യും, നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആ ലോ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. സെക്കൻഡ് വന്ന് പറയുന്നത് മ്യൂസിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ലോ മൂഡ് ഇട്ടിരിക്കുമ്പോൾ നമ്മൾ മ്യൂസിക് കേൾക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ലോ മൂഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിപ്പം ചിലർക്ക് നമ്മൾ വിചാരിക്കും ലോ മൂഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സങ്കടകരമായ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് സങ്കടം തോന്നുമെന്ന്. പക്ഷേ ചിലർക്ക് അവരുടെ ഇമോഷൻസ് ബസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം പ്രശ്നം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലോ രീതിയിലുള്ള മ്യൂസിക് തന്നെ കേൾക്കുക. എന്നിട്ട് അവർക്ക് ബസ്റ്റ് ഔട്ട് ചെയ്യാനൊരു ചാൻസ് അതിലൂടെ കിട്ടുവാണെങ്കിൽ അങ്ങനെ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം നല്ല പോസിറ്റീവ് മൂഡുള്ള ഒരു നല്ല നമുക്ക് നമ്മളെ തന്നെ ചിയറപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മ്യൂസിക്കും കൂടെ കേൾക്കണം. എന്നിട്ട് ആ പാട്ടിനൊപ്പം നമുക്ക് 2 സ്റ്റെപ്പോ ഡാൻസോ ഒക്കെ കളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആരുടെ മുന്നിൽ പോയി നിന്ന് കളിക്കണമെന്നോ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ കളിക്കണമെന്നൊന്നുമല്ല. നമുക്ക് തന്നെ നമ്മുടെ ബോഡിയെ മൂവ് ചെയ്തുകൊണ്ട് ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ പാട്ടിനോട് ആ ഒരു റിതത്തിന് ചേർന്നൊന്ന് മൂവ് ചെയ്ത് കളിക്കുവാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞ ഫസ്റ്റ് പോയിൻറ്റും ഈ മ്യൂസിക്കും 1, 2 നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് 2ഉം ചെയ്യാൻ പറ്റും. സോ മ്യൂസിക് തെറാപ്പികളുണ്ട്. സോ അത് മ്യൂസിക് എന്ന് പറയുന്നത് ലൈക്ക് 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ലൈക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ വലിയ ആതുര സേവനം നടത്തണമെന്നോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമല്ല. കുഞ്ഞു കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ നെയ്ബർഹുഡിലുള്ള ഒരാളെ ചിരിച്ചയക്കുക, അല്ലെങ്കിൽ നമ്മുടെ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അവർക്കും ഒരു സന്തോഷം. അവർ വിചാരിക്കും ഇന്ന് ഇയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു താങ്ക് യു നമുക്ക് കിട്ടും. അപ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ നമുക്കും ഒരു സന്തോഷം കിട്ടും. സോ അങ്ങനെ നമ്മുടെ മൂഡിനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 4th പോയിന്റ് എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ്. ഇത് ഒരു എക്സ്പ്രസീവ് റൈറ്റിംഗ് പോലെയാണ്. അതായത് ഇന്നത്തെ ദിവസം അതിപ്പം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് അത് 1 ആയിരിക്കാം 2 ആയിരിക്കാം, അതൊന്ന് എഴുതി വെക്കുക. ലൈക്ക് ഒരു ബുക്കോ ഒരു ഡയറിയോ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ റെഡിയാക്കി വെക്കുക. അതിൽ നിങ്ങൾ പോയിന്റ് വൈസ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതാം. കാരണം എഴുതുന്ന വഴി, എക്സ്പ്രസ് ചെയ്യുന്നത് വഴി നമ്മുടെ മൂഡിനെ മാറ്റാൻ സാധിക്കുമെന്ന് സ്റ്റഡീസ് ഉണ്ട്. അതുകൊണ്ടാണ് അതൊരു മെത്തേഡായിട്ട് പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എപ്പം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതുമായിരിക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ ഹാബിറ്റാക്കണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളോട് തന്നെ ഒരു പ്രോമിസ് എടുക്കണം. എനിക്കൊരു ലോ മൂഡ് ഉണ്ടായിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും. ഇതിലോ എല്ലാം ചെയ്യണമെന്നല്ല, 1 or 2 ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുവാണ് നിങ്ങളുടെ ലോ മൂഡിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എല്ലാവരുടെയും വിചാരമുണ്ട് രാവിലെ നടക്കുന്ന ഒരു സംഭവമാണ്, അത് ബേസ് ആയിരിക്കും, അതിന്ന് നടന്നു, അതുകൊണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ ഓൾറെഡി പോക്കാണ്. ആ ഒരു സംഭവം തരുന്നത് അതിൻ്റെ ഒരു മേഴ്സിയിലായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മൂഡിനെ മാറ്റാൻ സാധിക്കും. സോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാവുകയും നമ്മുടെ മൂഡ് പോവുകയെന്നൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വരിക, അതിൽ നിന്ന് മാറി വരിക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
നമ്മളെ മാറ്റാനായിട്ട് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഇത് എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളത് ഡെയിലി റുട്ടീനായി മാറുള്ളൂ, നമ്മുടെ ഹാബിറ്റായിട്ട് മാറത്തുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ വരും പോകും, നമ്മളെ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. സോ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ